PSC ഫോറസ്റ്റ് ഡ്രൈവർ നിയമനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് മുട്ടിലിഴഞ്ഞ് പ്രതിഷേധിച്ച ഉദ്യോഗാർത്ഥികൾ. സെക്രട്ടേറിയറ്റിന് മുന്നിലായിരുന്നു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ജൂണിൽ അവസാനിക്കാനിരിക്കെയാണ് പ്രതിഷേധ സമരം. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലടക്കം അപേക്ഷ നൽകിയിട്ടും ഫലമുണ്ടായില്ല എന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. 2017 ഫോറസ്റ്റ് ഡ്രൈവർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് സർക്കാരിന്റെ കനിവിനായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലിഴഞ്ഞ് പ്രതിഷേധിച്ചത്. ജൂണിൽ കാലാവധി അവസാനിക്കുന്ന ലിസ്റ്റിൽ 45ഓളം ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കാനുണ്ട്. പലരും ഇനിയൊരു പരീക്ഷ എഴുതാനാകാതെ ഏജ് ഓവറായി. ഈ ജോലിയല്ലാതെ മറ്റൊരാശ്രയമില്ല. നവകേരള സദസ്സിലടക്കം പരാതി നൽകിയിട്ടും നടപടിയുമില്ല. സംസ്ഥാനത്തിൽ ആകെ 45 ആളുകൾ മാത്രമേ ഈ ലിസ്റ്റിൽ ഉള്ളൂ. അവർക്കൊരു നിയമനം തരാത്തൊരു അവസ്ഥയാണ് ഇപ്പം ഉള്ളത്. കാരണം ഇതിനകത്ത് ഉള്ളത് മുഴുവൻ താൽക്കാലികക്കാരാണ്. കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് ഒരു തസ്തിക പോലും ഇതിലേക്ക് അനുവദിക്കുന്നില്ല. എല്ലാം വാഹനങ്ങൾ എല്ലാ വർഷവും ഇറങ്ങുന്നുണ്ട്. അതിനെല്ലാം താൽക്കാലിക ഡ്രൈവർമാരെ വെച്ച്, കാരണം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരാണ് ഇവർ പറയുന്നത്. പോലീസ് ഡ്രൈവർ തസ്തികയ്ക്ക് തുല്യമായ രീതിയിൽ മാനദണ്ഡപ്രകാരം പരിശീലനവും മറ്റും നേടിയവർക്കാണ് ജോലിക്കായി പെരുവഴിയിൽ മുട്ടിലിഴഞ്ഞ് അപേക്ഷിക്കേണ്ടി വരുന്നത്. പറഞ്ഞറിയാൻ പറ്റില്ല. അത് ഇതേപോലെ എത്ര പാടകഴിച്ചില്ല നമ്മൾ ലിസ്റ്റ് കയറിപ്പെടണേ. പോലീസിന്റെ സെയിം ഫിസിക്കൽ ടെസ്റ്റ് 13-14 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഓടി കയറണം. എല്ലാം കഴിഞ്ഞ് വന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് KSRTC ഓടിച്ച് കാണിക്കണം, 8 എടുത്ത് കാണിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് കയറണം. ഇത് കൂടാണ്ട് 3 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലേബർ ഓഫീസർ സൈൻ ചെയ്ത് തരണം. ഇതൊക്കെ ഉള്ള ആൾക്കാരാണ് കിടക്കണേ. അല്ലാത്ത ആൾക്കാരുടെ സുഖമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കണേ. എന്നിട്ട് പറയാ അവസ്ഥ. അടിയന്തരമായി താൽക്കാലിക ജീവനക്കാരെ മാറ്റി പകരം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് നിയമനം നൽകിയില്ലെങ്കിൽ ഒരു കൂട്ടം കുടുംബങ്ങളുടെ പ്രതീക്ഷകൾ കൂടിയാകും സർക്കാർ നടപടിയിൽ തകരുക. ജനം, തിരുവനന്തപുരം.